തന്നെ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിലാണ്. ഈശു ഞങ്ങൾ തായ്ലൻഡിൽ പോയി വന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന ചോക്ലേറ്റ് സ്റ്റാർ ലോളിപോപ്പ് പോലത്തെ ഒരു ചോക്ലേറ്റാണ്. അത് എൻജോയ് ചെയ്യണം. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞോളൂ എനിക്ക് കോലിമിഠായി വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിൽ പോയി തിരക്കൊന്നുമില്ല. അത് മൂവി നോക്കിയപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ പാല് കുടിക്കലൊക്കെ കഴിഞ്ഞില്ലേ? സവിത ചേച്ചി ഞങ്ങളുടെ. പിന്നെ ഇത് നമ്മുടെ കപ്പലിക്കുട്ടൻ, ഇത് ഷിയമോൾ പറഞ്ഞു. ഷിയമോളുണ്ട്. മിഠായിലാണ്. അപ്പോൾ ബാക്കി വിഷയം രാവിലെ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ലേ, ഇവിടുന്ന് കഴിച്ചു. കുഴപ്പമില്ല. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ചെന്നിട്ടാണ് ഞങ്ങളുടെ ഒരു എക്സാം ഉള്ളത്. അപ്പോൾ അത് ഇന്ന് ഇപ്പോൾ ഈ മഴയൊക്കെ കാരണം കൊണ്ട് റെയിൽവേ ട്രാക്കിലൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ, വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. കുറച്ച് ട്രെയിനൊക്കെ കുറച്ച് ക്യാൻസൽ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടൊന്ന് പോകുന്നതാണ്. ഗ്യാപ്പുണ്ട്, 2 ദിവസം അവിടെ ചെന്നിട്ട് ഇന്ന് സ്പെൻഡ് ചെയ്യണം. ബാക്കി വയനാട്ടിലും ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. അനന്തമായിട്ട് നീണ്ടു കിടക്കുന്ന റെയിൽവേ പാതത്തിലൂടെ ഞങ്ങളുടെ ട്രെയിൻ ഇങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിലൂടെ കാണാം നല്ല ഹരിതാപമായിട്ടുള്ള കാഴ്ചകളെങ്ങും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ റെയിൽ രണ്ടായിട്ട് തിരിഞ്ഞ് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ ഒരു ചെറിയ വിശ്രമത്തിലേക്കൊന്ന് മയങ്ങാനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേയുടെ ചില സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്താ മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം കംപ്ലീറ്റ് അകത്തേക്ക് വീഴുന്നുണ്ട. ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. പുറത്തെല്ലാം അത്യാവശ്യം നല്ല മഴയുണ്ട് ഉണ്ടാ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ശിവാജി ആറിൽ ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ടയർഡായി ആണ് എത്തിയത് തന്നെ. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. കുറേ കാര്യങ്ങൾ നമുക്ക് തിരക്കിൽ പോകുന്നതിനുള്ള ക്ഷീണമൊക്കെ ഉണ്ടായത്. കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. യാത്രയുടെ തിരക്കിൽ പോകുന്നതുകൊണ്ട് രാത്രി വന്നപ്പോഴേക്കും നല്ല ക്ഷീണമൊക്കെ. അപ്പോൾ അതിന് കുറേ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഷായിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി അതിൻ്റെ 8 മണിയായപ്പോഴേക്കാൻ നോക്കുന്നത്. ഓക്കെ ഇസുവിന് ചെറിയ വാച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇസു കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ 8 മണിയായപ്പോഴേക്കും അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അത് കഴിഞ്ഞ് യൂബർ ടാക്സി ഒന്നും രക്ഷയില്ല കേട്ടോ. വിളിച്ചിട്ട് കിട്ടണില്ല. ഇപ്പോൾ ഈ ഏരിയയിലേക്ക് ഞങ്ങൾ റൂം എടുത്ത ഏരിയയിലേക്ക് കിട്ടാത്തതുകൊണ്ട് പോരാത്തതുകൊണ്ടൊന്നും അറിയില്ല. കുറേ നേരം ട്രൈ ചെയ്തു. ശരി കണ്ടു. അപ്പോൾ അതിനുശേഷം മിസ്സുവിന് വാച്ച് വാങ്ങിച്ചു കൊടുത്തു. കുറേ നാളായിട്ട് പറയണം. അപ്പോൾ അതിന് പിന്നെ ലൈറ്റൊക്കെ കത്തുന്നത് കാണിച്ച് തരും അല്ലേ. അടിപൊളി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. വണ്ടിയൊന്നും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോന്നു. ഏതാണ്ട് 2 ഓട്ടോയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ബ്രദറും ഉള്ളതിൻ്റെ പേരിൽ അവരുടെ ഫാമിലിയും പിന്നെ ഒരുപാട് ലഗേജും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 2 ഓട്ടോയ്ക്ക് പോകുന്നു. 300 രൂപ. പിന്നെ ഇവിടെ യൂബർ ഓട്ടോ ഉണ്ട് കേട്ടോ. യൂബർ ഓട്ടോ ട്രൈ ചെയ്തില്ല. പിന്നെ വീണ്ടും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് റോട്ടിലിറങ്ങി ടയർഡായിട്ട് നിൽക്കുകയാണ്. പിന്നെ ചെറിയ മഴയുടെ അന്തരീക്ഷവും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 300 രൂപ കൊടുത്ത് 2 ഓട്ടോയ്ക്ക് ഇവിടെ വന്ന് റൂം എടുത്തൊക്കെ ഒരുപാട് പ്രശ്നമായിരുന്നു. റൂം എടുത്തിട്ട് ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് റൂം എടുത്തിരുന്നതാണ് ഇവിടെ. അപ്പോൾ റൂം നമ്മൾ വെബ്സൈറ്റ് നോക്കിയപ്പോൾ വലിയ ബിൽഡിങ്ങിൻ്റെ ഫിഗറൊക്കെ കണ്ടു. അതൊക്കെ വെച്ചിട്ടാണ് കണ്ടത്. റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫീഡ്ബാക്കൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായി. ഇത് കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ അടുത്തേക്ക് ഓട്ടോ വരില്ല. ഒരു ചെറിയ വഴിയാണ്, വഴി പോലെ. അങ്ങനെ കണ്ട് ഇവിടെ വന്നു. ഇത് പറഞ്ഞിട്ട് വീഡിയോ വെച്ച് തരാം. അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് ശരി വെച്ച് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂമൊക്കെ ഓക്കെയാണ്. നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇന്നലെ 12 മണിക്ക് മുതൽ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈമാണ്.
ഞങ്ങളെത്തിയപ്പോൾ വൈകിട്ട് 8:30 മണിയായി. അതോട് പറഞ്ഞിട്ട് 8 മണിയൊക്കെ കഴിയുമ്പോഴേക്കും എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്നലെ 12 മണി മുതൽ നമ്മുടെയാണ് റൂം. ഇവിടെ വന്ന് ഇപ്പോൾ 2 റൂം എടുത്തതിൽ ഒരു റൂം മാത്രം കിട്ടി. അടുത്ത റൂം ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനുണ്ട്, അത് ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അഡ്വാൻസ് പൈസയും വാങ്ങിച്ചിട്ട് ഭയങ്കര ഫ്രോഡ് പരിപാടിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. വേറൊരു കാര്യം അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ വരുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഞങ്ങൾക്ക് ആദ്യമാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഹിന്ദിക്കാരനായിരുന്നു. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടേബിളൊക്കെ ഇട്ടൊരു കോറിഡോറിലാണ് ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇവർ പറഞ്ഞ പേരിൽ ഹോട്ടലൊന്നും കണ്ടില്ല. അതിൻ്റെ പകുതി പേരാണ് ഇവിടെ കണ്ടത്. അതായത് ഫാബ് ഹോട്ടൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഇതാണ് കണ്ടിരുന്നത് ആക്ച്വലി. ഫാബ് ഹോട്ടൽ, അത് കഴിഞ്ഞിട്ട് സത്യ കംഫർട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് പേര്. ഈ ഫാബ് ഹോട്ടലിൻ്റെ പേര് നോക്കിയിട്ട് ഒരാൾക്കും അറിയില്ല. സത്യ കംഫർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ സത്യ കംഫർട്ടാണ് എൻ്റെ പേരിലൊരു ലോഡ്ജാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഇവനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദേഷ്യപ്പെട്ട് കുറേ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് റൂം കണക്ട് ചെയ്യുന്ന വളരെ പ്രൊഫഷണലായിട്ട് വലിയ സ്റ്റാർ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് വിളിക്കുന്ന പോലെ കോളും അതിൻ്റെ ഫീഡ്ബാക്കും മെസ്സേജൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നത് ഫോണിൽ. പക്ഷേ അവർ വിളിച്ചിട്ട് ഒരു ലേഡി ആയിരുന്നു. അവരെന്ത് ചെയ്ത ഫോൺ എടുക്കില്ല, ഫോണിൽ കിട്ടില്ല, ഒരു വിവരമില്ല. ഇവിടെ വന്ന് കുറച്ച് കാര്യമൊക്കെ സംസാരിച്ച് അതുകൊണ്ട് 9:30 മണിക്ക് തൊട്ട് ഇവിടെ സംസാരം തുടങ്ങിയിട്ട് 12 മണി വരെ ഞങ്ങളിത് സംസാരിച്ചു. അവസാനം ഞങ്ങൾ പറഞ്ഞു റൂം വേണ്ട, ക്യാൻസൽ ചെയ്തേക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയണം ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആരാണ് ബുക്ക് ചെയ്ത് അവരോട് പറയണം. ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഏതൊക്കെ പാർട്ടികൾ കമ്മീഷൻ അടിസ്ഥാനത്തിൽ റൂം അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക്. അപ്പോൾ ഇവരായിട്ടൊരു ടൈപ്പ് ഉണ്ടാവും. ഇവരെ കമ്മീഷൻ കെട്ടിക്കഴിയുമ്പോൾ അവർ ഉത്തരവാദിത്വം തരുന്നു. ബാക്കി ഇവിടെ റൂമിൻ്റെ ലോഡ്ജിൽ വന്നു കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഈ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ദിവസം താമസിക്കുമ്പോൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൈസ കിട്ടില്ല. പലരും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തവർ പൈസ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പൈസ കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളായിട്ടൊരു ബന്ധമില്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷോ മറ്റ് ലാംഗ്വേജ് അവർക്ക് അറിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അവനൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ അനിയൻ്റെ വൈഫ് നന്നായിട്ട് ഹിന്ദി സംസാരിക്കുക. എന്നിട്ട് അനിയത്തി ആളാണ് സംസാരിച്ച് പിന്നെ ധാരണയ്ക്ക് അവസാനം പിന്നെ പറഞ്ഞ് ഇത് ഒരു ദിവസം താമസിച്ച് ഇന്ന് രാവിലെ വെക്കേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് ആദ്യം കൊടുക്കണമെന്നായി. ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു. അതായത് ഇവിടുത്തെ റൂം ഓക്കെയാണ് കേട്ടോ, റൂമൊക്കെ കാണിച്ചു തരാം. ഇത് ചെയ്യാൻ പറ്റുമോ ആ ഡോറ്? അപ്പോൾ റൂം ഇത് പുതിയ ബിൽഡിങ്ങാണ്, അതുകൊണ്ട് തന്നെ നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം. ടി വി ഒക്കെ ഉണ്ട്, AC ഉണ്ട്, നല്ല ടോയ്ലറ്റൊക്കെയാണ് കേട്ടോ. അതെ, വൈഫ് നന്ദിത മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് കണ്ടോ. നല്ല ബെഡ് കാര്യങ്ങളൊക്കെയാണ്. ബാക്കി സൗകര്യങ്ങളൊക്കെ അതിനൊന്നും ഒരു തെറ്റ് പറയാനില്ല, നല്ല ഫെസിലിറ്റി ഒക്കെയാണ്. പക്ഷേ ഇതാണ് കാര്യം, ഇവരോട് ബാക്കി കാര്യങ്ങൾ കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവിടെ റൂം അറേഞ്ച് ചെയ്ത് തരുന്ന ഏതോ പാർട്ടി, അവരെക്കുറിച്ച് ഇവർക്കും അറിയില്ല. അഡ്വാൻസ് പൈസയെക്കുറിച്ച് അവർ അഡ്വാൻസ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരായിട്ട് യാതൊരു കണക്ഷനും നമ്മളവർ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡറാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 900 രൂപ കൊടുത്തുള്ള ഒരു എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇല്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ആണല്ലോ ഹോട്ടലിലുള്ളത്, പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി അല്ല, അതിന് പേ ചെയ്യണം. സർവീസ് വളരെ മോശം. റൂം നല്ല റൂമാണ് എന്ന് മാത്രമേ ഉള്ളൂ, സർവീസ് വളരെ മോശം. അതെ, അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞപ്പോൾ അത് വലിയ കോമഡിയാണ്. രാവിലെ ചോദിച്ചപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ദോശ, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തരുന്നത്. അവർ പുറത്തെ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചു തരും. ഒരു പ്ലേറ്റ് എന്നാണ് പറയുന്നത്, ഒരു പ്ലേറ്റ് ഒരു ദോശയുണ്ട്, മസാല ദോശ പോലെ ഒരു ദോശ, അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവർ കിട്ടുന്ന സാധനം ഇങ്ങനെ കൊണ്ടുവന്നു. കൂടുതൽ വാങ്ങിക്കാനോ കാര്യങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഭക്ഷണമല്ല. ഞങ്ങൾ 4 അഡൽട്ട് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പൈസ. അങ്ങനെ ഞങ്ങളത് പറ്റിക്കപ്പെട്ടു എന്നാണ് പറയാം. ബാംഗ്ലൂർ വന്നിട്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഇങ്ങനത്തെ ഒരു പറ്റിക്കപ്പെടുന്ന ഒരവസ്ഥ. റൂം എടുത്തിട്ട് പല സ്ഥലങ്ങളും നമ്മൾ വിദേശത്തൊക്കെ
പോയിട്ടൊക്കെ അവിടെയൊക്കെ നല്ല എല്ലായിടത്തും കോംപ്ലിമെൻ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് അവിടെ ബുഫേ ആണ്, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളൊരു ദോശ കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഇവരെ തിരിച്ച് വിളിച്ചാൽ ആ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനൊക്കെ ആയിപ്പോയി അങ്ങനെ വന്നിട്ട്. അപ്പോൾ അടുത്ത ദിവസമാണ് ഇവരുടെ എക്സാം. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ പോയി എക്സാം സെൻറ്ററിൽ കാണാൻ വേണ്ടി ഒന്ന് രാവിലെ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചൊന്ന് ഇറങ്ങി, അപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കഴിച്ചൊന്ന് റീഫ്രഷ് ചെയ്തു. അങ്ങനെ എക്സാം സെൻറ്റർ കുറച്ച് ദൂരം നടക്കാനുണ്ടായി. അങ്ങനെ നടന്നു തന്നെ, കുഴപ്പമില്ല, വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി പോന്നു. ഇനിയിപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് ിലാണ്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് ടെൻഷനൊക്കെ ഉണ്ട് നന്ദിതയ്ക്ക്. അപ്പോൾ അനിയത്തിക്കും അതിന് ടെൻഷനുണ്ട്. എന്തായാലും അതിനോട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങളും വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഒരു മലയാളി ഹോട്ടൽ കണ്ടു. അവിടെ വലിയ നാടൻ സദ്യ, കേരള മീൽസ്, പായസം എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട് പുറത്ത് ബോർഡ്. അകത്ത് കയറി ഇരുന്ന് പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടി പായസം വെച്ചപ്പോൾ അത് ഇന്നില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്നോ വെച്ചൊരു ബോർഡാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻ കണ്ടത് നമുക്ക് അനുഭവം. എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതാ നന്ദിത ഇസുവിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ നിർബന്ധിച്ച് കൊടുക്കണം. അവൾ ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഒരു വലിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്ന് കഴിപ്പിക്കണം. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം.